ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു മന്തീൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ കുറേ യൂട്യൂബ് ചാനലൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ യൂട്യൂബ് ചാനലിലും റീൽസിലുമായിട്ട് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്, ഇതിൻ്റെ റിസൾട്ട് എന്താണ്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ആദ്യം തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ ഇതുപോലെ ഒരു പീസ് ഇഞ്ചിയും പിന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാന് വെച്ച് കൊടുക്കാം. ഈ ടൈമിൽ അരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. 2 മീഡിയം സൈസ് സവാള, 2 ചെറിയ ടൊമാറ്റോ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി വേണം, പിന്നെ ഡ്രൈ ലെമൺ, കുറച്ച് ബേ ലീഫ്, പിന്നെ ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് വേണം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ സോസ് പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സൈഡിൽ കാണുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഗാർലിക്കും സവാളയും ഇട്ട് കൊടുക്കണം. ഇനി ഇത് ജസ്റ്റ് സോട്ടാവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ 1 മണിക്കൂർ മുന്നേ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുമ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഈ മസാലയിൽ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് സോട്ടായിട്ട് കിട്ടുന്നത് വരെ മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന റേഷ്യോ ആണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുന്നത് വരെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് ഞാൻ കുറച്ച് റീൽസിലെല്ലാം കണ്ട പോലെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുന്നത്. അപ്പം അതിലവർ ഇതിൻ്റെ മേലെ ഹോളുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം വെച്ച അരിപ്പ സെറ്റായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വലുപ്പമുള്ള ഹോൾസുള്ള പാത്രം എടുത്ത് ഇനി ഇതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കന് ഈ അരി കുക്കാവുമ്പം തന്നെ ഈ ചിക്കനും കുക്കായിട്ട് കിട്ടണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അരി കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. ഞാൻ എന്തായാലും റെഡിയാവില്ല എന്ന് തോന്നി. എന്നാലും ചിക്കന് കുറച്ച് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കന് ഫുള്ളായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടില്ല. കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറും റൈസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കന് ഫുൾ കുക്കാവാത്തത് കൊണ്ട് ഇതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതുപോലെ കുറച്ച് അരിപ്പയിലുണ്ടായിരുന്നു. അത് ഞാൻ റൈസിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ കുറച്ച് ഓയിലും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ വലിയ ചിക്കൻ എടുത്തത്. ചെറിയ ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ കുക്കായിട്ട് കിട്ടും നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യുമ്പം കിട്ടിയ ഇതുപോലെ ചിക്കൻ സ്റ്റോക്കും കൂടി ഞാൻ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൈസിൽ കുറച്ച് പച്ചമുളക് കുത്തി വെക്കുന്നുണ്ട്. 2-3 കുത്തി വെച്ചാൽ മതി. പിന്നെ ഇതുപോലെ ചിരട്ടേൻ്റെ കനലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതുപോലെ സ്മോക്ക് ചെയ്യിപ്പിക്കാം. ഈ ടൈമിൽ ചിക്കന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ചിക്കനിലേക്കും കൂടി കുറച്ച് സ്മോക്കി ഫ്ലേവർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കനും കൂടി ഒന്ന് റൈസിൽ വെച്ചിട്ട് ബാക്കിയുള്ള കനൽ കുറച്ചുണ്ടായിരുന്നു. അപ്പം അതിലേക്കും കൂടി ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി സ്മോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്.
അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പം കുറച്ച് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ചിക്കൻ ഹാഫ് കുക്ക് വരെ ആവുന്നുണ്ട്. ബാക്കി നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ റൈസിന് നല്ല ഫ്ലേവറും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.